അസ്സലാമു നഹ്മദുല്ലാഹ വനസ്തഈനുഹു വനുസല്ലി വനുസല്ലിമു അലാ റസൂലിഹിൽ കരീം. നാം ജീവിതത്തിൽ പല മോഷ്ടാക്കളെയും കേൾക്കാറുണ്ട്. എന്നാൽ പരിശുദ്ധ ദീനിൽ കൂടി ചെയ്യുന്ന അമലുകളിൽ മോഷ്ടിക്കുന്ന വലിയൊരു മോഷ്ടാവിനെപ്പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അസ്റഖുന്നാസി മൻ സരഖ അസ്സല, മനുഷ്യരിൽ ഏറ്റവും വലിയ മോഷ്ടാവ്, പെരുങ്കള്ളൻ, അത് നിസ്കാരത്തെ മോഷ്ടിക്കുന്നവനാണ്. നാം ആലോചിക്കുക, യഥാർത്ഥത്തിൽ നമ്മുടെ നമസ്കാരത്തിന് ഇത്രമാത്രം ശ്രദ്ധയുണ്ട്. എന്നാൽ പല വസ്തുക്കളെയും മോഷ്ടിക്കുന്നവരെ നാം കള്ളന്മാരായി, മോഷ്ടാക്കളായി കണക്കാക്കുന്നെങ്കിൽ നിസ്കാരത്തെ എപ്രകാരമാണ് മോഷ്ടിക്കുക? കൈഫ യുസ്റഖു സ്സലാ യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നിസ്കാരത്തെ മോഷ്ടിക്കുക എന്ന് ചോദിച്ചപ്പോൾ ആരംഭപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് മനസ്സിലാക്കി കൊടുത്തു. മൽ ലാ യുതിമ്മു റുകൂഅഹ വലാ സുജൂദഹ, അത് ഒരുത്തനാകുന്നു അവൻ്റെ നമസ്കാരത്തിൽ അവൻ്റെ റുക്കൂ സുജൂദുകളെ പൂർത്തീകരിക്കാറില്ല എന്ന് മനസ്സിലാക്കി കൊടുത്തു. ഇത് നാം വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. നാം സ്വന്തം അവരുടെ നമസ്കാരത്തിലേക്കൊന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് മനസ്സിലാക്കുക, ഒന്ന് പുനർചിന്തനം ചെയ്യുക. ഇത് യഥാർത്ഥത്തിൽ നമ്മളുടെ നമസ്കാരം അപ്രകാരം വേണ്ടതുപോലെ കാര്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ ഫറായിദുകൾ, സുനനുകൾ പൂർത്തീകരിച്ചുകൊണ്ടാണോ നിർവഹിക്കുന്നത് എന്ന്. സഹോദരങ്ങളെ, നാം പലരും ഇമാമിങ്ങളും ഉസ്താദുമാരും ഖത്തീബുമാരും ഒക്കെ ആയി മുഅദ്ദിനുകളും ആയി പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ നാം കൂട്ടത്തിൽ നിസ്കരിക്കുന്ന സമയത്തിൽ നിസ്കാരത്തിൽ കൂട്ടത്തിൽ ആൾക്കാരിരിക്കവേ നമ്മുടെ നമസ്കാരം സമാധാനമായിരിക്കാം. ഒറ്റക്കുള്ള നമസ്കാരം ശ്രദ്ധിച്ചു നോക്കുകയും ചിലപ്പോൾ അത് 9ാമത്തെ ഫർള് തുമഅനീനത്ത് എന്ന ഫർള്, സുജൂദ്, റുക്കൂ, സുജൂദിൻ്റെ അടിയുള്ള ഇരുത്തം, ഇഅ്തിദാൽ, ഈ വക വിഷയത്തിൽ അനക്കം അടങ്ങുക എന്നുള്ളത് ശ്രദ്ധിക്കാതെ പോകുന്നു. അതോടുകൂടി നാം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നിസ്കാരത്തെ മോഷ്ടിച്ച അഥവാ പെരുങ്കള്ളനിൽ ഉൾപ്പെട്ടവരായിത്തീരുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇത്. നിസ്കാരത്തെ കക്കുക എന്ന് പറഞ്ഞാൽ കള്ളൻ എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ വളരെ നിസ്സാരമാണ്, വളരെ മോശമായ വാക്കാണ്. അതെ, ആ ഒരു പേരാണ് നിസ്കാരത്തിൽ അശ്രദ്ധയുള്ളവർക്ക് വേണ്ടി നൽകപ്പെട്ട പേര്. അതാരാ നൽകിയത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി നിസ്കാരത്തിൽ ഒറ്റക്കും കൂട്ടായുമുള്ള സന്ദർഭത്തിൽ ശ്രദ്ധ ചെലുത്തുവാൻ തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ നിസ്കാരത്തിന് ശേഷമുള്ള ഒറ്റക്കായി അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ നാം കൂട്ടായി ചിലപ്പോൾ ദുആ ചെയ്യുന്നവരായിരിക്കാം. വളരെ കൂടുതൽ കാണാതെ പഠിച്ചതൊക്കെ നീണ്ട് ദുആ ചെയ്യുന്നുണ്ടാവാം. യഥാർത്ഥത്തിൽ നാം ഒറ്റക്ക് ദുആ ചെയ്യുമ്പോൾ നമുക്ക് നിസ്കരിക്ക് ദുആ ചെയ്യുവാൻ സമയം കിട്ടാറുണ്ടോ? ഇല്ല. അത് നമ്മൾ വലിയ ശ്രദ്ധയാണ്. ഒറ്റക്കാണ് കാര്യമായി അള്ളാഹുവിനോട് കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുവാൻ നാം ഏവർക്കും തൗഫീഖ് നൽകട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിന മുഹമ്മദ് വ അലി കുല്ലിൻ അജ്മഈൻ.